ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മധുര വിഭവമാണ്. ഇതിൻ്റെ പേരാണ് ഷീർ ഖുർമ. അറബിക്കിൽ ഷീർ എന്ന് വെച്ചാൽ പാൽ എന്നാണ് അർത്ഥം. ഖുർമ എന്ന് വെച്ചാൽ ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് എന്നാണ് അർത്ഥം. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പാലും ഈന്തപ്പഴവുമാണ്. അതിനൊപ്പം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഉപയോഗിക്കുന്നുണ്ട്. ചിറോഞ്ചി എന്ന പേരിലുള്ളൊരു ഡ്രൈ ഫ്രൂട്ടും ഇതിലൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല, എനിക്കത് വാങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ കുതിർത്ത് വെച്ച ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഈന്തപ്പഴവും ഇതുപോലെ കട്ട് ചെയ്യുക. ഉണക്കമുന്തിരി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഏകദേശം 2 മിനിറ്റ് സമയം വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. രണ്ട് മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങും. അപ്പോൾ നമ്മൾ ആ നെയ്യിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇതിൽ ബാക്കിയുള്ള നെയ്യും അതിനൊപ്പം നമ്മുടെ ബാക്കിയുള്ള 2 ടീസ്പൂൺ നെയ്യും ചേർത്ത് നമുക്ക് വെർമിസെല്ലി വഴറ്റിയെടുക്കാം. നമ്മുടെ സേമിയ വഴറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് അധിക സമയം ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളറിലേക്ക് മാറിക്കിട്ടും. അതും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് വറുത്ത് വെച്ചതിൻ്റെ കൂടെ വയ്ക്കുകയാണ്. ഇനി നമ്മൾ അതേ പാനിലേക്ക് തന്നെ നമ്മുടെ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ സേമിയയും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. സേമിയ വേകാൻ വലിയ താമസം ഉണ്ടാവില്ല. വെറും 5 മുതൽ 7 മിനിറ്റ് സമയം കൊണ്ട് സേമിയ വെന്ത് കിട്ടും. പഞ്ചസാര നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. സേമിയ വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ പഞ്ചസാര ചേർക്കാവുള്ളൂ. എന്നാലേ നമ്മുടെ സേമിയ വേഗത്തുള്ളൂ. കുറച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വറ്റിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സേമിയ നമുക്ക് ചെക്ക് ചെയ്യാം വെന്തിട്ടുണ്ടോ എന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിനി ചേർക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഐക്കാർഡും ഡിസ്ക്രിപ്ഷൻ ബോക്സും റെഫർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോയുടെ ലിങ്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഏലക്കപ്പൊടിയും റോസ് എസൻസുമാണ്. അപ്പോൾ ഈ റോസ് എസൻസിന് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് കളർ കാണാം. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. റോസ് എസൻസ് അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ചേർക്കുക. അങ്ങനെ നമ്മുടെ ഷീർ ഖുർമ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരല്പം തണുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു അറബിക് സ്വീറ്റ് ഇപ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റംസാന് കുടുംബത്തോടൊപ്പം സന്തോഷമായി റംസാൻ ആഘോഷിക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ.